പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വചനഭാഗമാണ്. ഇതിൽ 2 അത്ഭുതങ്ങളെ കുറിച്ചാണ് ഈശോ പറയുക. ഒന്ന്, ജയറോസ് എന്ന സിനഗോഗ് അധികാരി തന്റെ മകളെ സൗഖ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ച ഈശോ എടുത്തു വരുന്നു, അവൾക്ക് സൗഖ്യം ലഭിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതം, ഈ ജെറോസിന്റെ മകളെ സൗഖ്യപ്പെടുത്താനായിട്ട് ഈശോ കടന്നു പോകുമ്പോൾ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ച് അത്ഭുതം തേടുന്ന, രോഗസൗഖ്യം നേടുന്ന രക്തസ്രാവക്കാരിയായ 12 വർഷം രക്തസ്രാവ രോഗത്തിൽ ആയിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതം. പ്രിയപ്പെട്ടവർ, 2 അത്ഭുതങ്ങളും എടുത്തു നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം അവർക്ക് 2 പേർക്കും ഈശോയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം രക്തസ്രാവക്കാരിക്കൊരു വിശ്വാസമുണ്ട് ഈശോയുടെ വസ്ത്രത്തിന് പോലും തന്നെ സൗഖ്യപ്പെടുത്താനുള്ള ശക്തിയുണ്ടെന്ന്. ജയറോസിന്റെ പിതാവ് വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്, നിനക്ക് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവര്, ഈ മനുഷ്യരെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഇങ്ങനെ എല്ലാ മനുഷ്യരിലും 4 തരത്തിലുള്ള സ്വഭാവം കാണപ്പെടും. ഒന്നാമത് കച്ചവടക്കാരന്റെ സ്വഭാവ രീതിയാണ്. കാരണം അവരെല്ലാ കാര്യങ്ങളും ലാഭനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ആണ് ബന്ധങ്ങൾ പോലും അണെടുക്കുക. ഒരു ബിസിനസ്സുകാരന്റെ മനോഭാവം, ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും. രണ്ടാമത്തെ രീതിയാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ മനോഭാവം. അവരെല്ലാ കാര്യങ്ങളും പുറമേക്ക് ചിരിച്ചും അഭിനയിച്ചൊക്കെ നടക്കുന്ന, കാരണം ഉള്ളിൽ തട്ടാത്തൊരു സ്നേഹം, പുറമേ ഒക്കെ സന്തോഷങ്ങൾ ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞ് അവ നടക്കും. പക്ഷെ കാപട്യമുള്ള ഒരു മനുഷ്യന്റെ മനോഭാവം. മൂന്നാമത്തെ തരക്കാരാണ് ശാസ്ത്രജ്ഞന്മാര്. അവര് ബുദ്ധി കൊണ്ട് മാത്രം, കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന മനുഷ്യർ. ഇവരാണ് പിന്നീട് നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ആയിട്ട് മാറുന്നത്. നാലാമത്തെ തരം മനുഷ്യർ നമ്മുടെ ഉള്ളിലുള്ളത് വിശ്വാസികളായ മനുഷ്യന്റെ സ്വഭാവമാണ്. അവൻ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ കർത്താവിന്റെ ദാസ്, നിന്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ. കാരണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നിന്റെ വചനത്തിൽ നിന്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഊട്ടിയുറപ്പിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം പറയും, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. താൻ പ്രത്യാശിക്കുന്നത് അല്ലെങ്കിൽ കാണപ്പെടാത്തത് എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമുള്ളവരായിരുന്നു. ഈശോയിൽ നിന്ന് അത്ഭുതങ്ങളൊക്കെ സ്വീകരിച്ച് ഈശോയ്ക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ജയറോസ് എന്ന് പറയുന്ന സിനഗോഗ് അധികാരി വിശ്വസിച്ചു. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വസിച്ചു, ഈശോനെ സൗഖ്യപ്പെടുത്തും. കാരണം അവരുടെ ജീവിതത്തിൽ അത് അത്ഭുതമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു വെച്ചത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ, അവന്റെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹം സംഭവിക്കുകയുള്ളൂ. അല്ലാതെ പല ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരവസ്ഥ, വിശ്വസിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഇറങ്ങി വരും. അവിടെ തന്നെ ചില മനുഷ്യർ എല്ലാത്തിനും വിമർശിച്ച്, പ്രാർത്ഥനയെ വിമർശിച്ച്, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിനൊക്കെ വിമർശിച്ച്, അതിനെയൊക്കെ യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന നിരാശരായിട്ട് വെറും കൈയോടെ കൂടെ അവർ പലപ്പോഴും കടന്നു പോകാം. ഈശോയുടെ സമയത്തും ഫരിസേർക്കും നിയമജ്ഞരൊക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അറിവുണ്ടായിരുന്നു, അവർക്ക് ജ്ഞാനമുണ്ടായിരുന്നു, വചനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള, നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചില്ല. അവരുടെ ജീവിതം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയപ്പെടാൻ സാധിച്ചില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ മല കയറാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ആ മനുഷ്യൻ രാത്രിയായിരുന്നു, വലിയ മലയിൽ നിന്ന് കാല് വഴുതി നിലത്തേക്ക് വീണു. ആരുമില്ല തന്നെ സഹായിക്കാൻ. ഒരു വള്ളിയിലാണ് പിടുത്തം കിട്ടിയത്. ആ വള്ളിയിൽ തൂങ്ങിക്കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി, ദൈവമേ എന്നൊന്ന് രക്ഷിക്കണമേ. ഈ മനുഷ്യനെ നിലവിളി കേട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ അരുളി ചെയ്തു, നീ പിടിച്ചിരിക്കുന്ന ആ വള്ളി നീ വിടുക. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും ദൈവം പറഞ്ഞതുപോലെ വള്ളി വിടാനായിട്ട് സന്നദ്ധനായിരുന്നില്ല. കാരണം തനി വള്ളി വിട്ട ഒരുപക്ഷെ താൻ നിലത്ത് വീണ് ചത്തുപോകുമെന്ന് ഈ മനുഷ്യൻ വിചാരിച്ചു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം അവിടേക്ക് കടന്നു വന്ന ചില ഈ പർവ്വത ആരോഗ്യർ കണ്ടത് ഈ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ. അവർ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു 2 അടി വെച്ചാൽ നിലത്തെത്താവുന്ന അത്രയും പൊക്കത്തിലാണ് ഈ മനുഷ്യൻ വള്ളിയിൽ മരവിച്ച് മഞ്ഞ് മൂടി ഇങ്ങനെ കിടന്നിരുന്നത്. അതേ പ്രിയപ്പെട്ടവര്, കാണാതെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, അതാണ് തോമാസിനോട് ഈശോ പറയുന്നത്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവര് ഭാഗ്യവാന്മാരാണ്. പലപ്പോഴും ബൈബിളിലൊക്കെ കടന്നു പോകുമ്പോൾ അബ്രാഹത്തിന് വിശ്വാസത്തിന് പിതാവെന്ന് വിളിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്,
കാരണം പ്രത്യാശയ്ക്ക് വകയില്ലാതിരുന്നിട്ട് പോലും, തനിക്ക് 100 വയസ്സ് കഴിഞ്ഞിട്ട് പോലും ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അബ്രാഹാം വിശ്വസിച്ചു. കാരണം ഒരു പ്രത്യാശയിൽ 100 വയസ്സ് കഴിഞ്ഞ് തന്റെ ഭാര്യ വന്ധ്യയാണ്, അവൾക്കും പ്രായമായി, ഇന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ അബ്രാഹാം വിശ്വസിച്ച് അത് അവന് രക്ഷയായിട്ട് മാറി. ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് ജനതകളുടെ പിതാവായിട്ട് ഇന്നും അബ്രാഹാം അറിയപ്പെടുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തില് 5-ാം അധ്യായത്തില് സിറിയ എന്ന രാജ്യത്തെ സൈനാധിപനായ നാമാൻ എന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത്. ആ മനുഷ്യൻ കുഷ്ഠരോഗിയാണ്. ആ മനുഷ്യൻ പിന്നീട് അറിയുന്നുണ്ടെങ്കിൽ എലീശ പ്രവാചകൻ ജെറുസലേമിലുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തനിക്ക് സൗഖ്യം കിട്ടും. ഈ മനുഷ്യൻ കടന്നു ചെല്ലുന്നുണ്ട്, പക്ഷെ എലീശ പ്രവാചകൻ ആ മനുഷ്യൻ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. മറിച്ചു പറയും, നീ ജോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. പ്രിയപ്പെട്ടവര്, ഈ മനുഷ്യൻ ആദ്യം ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. കാരണം ഈ മനുഷ്യൻ വിചാരിച്ചിരുന്ന എലീശ കടന്നു വരും, തന്റെ തലയിൽ കരം വെക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ തനിക്ക് സൗഖ്യം കിട്ടും. പക്ഷെ ആ മനുഷ്യന്റെ ചിന്തകൾക്ക്, ബോധ്യങ്ങൾക്ക് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. എലീശ കാണാൻ പോലും കൂട്ടാക്കാതെ, തന്റെ സമ്മാനം ഒന്നും മേടിക്കാൻ കൂട്ടാക്കാതെ, വരുന്ന മുൻപ് മഞ്ഞ വഴിക്ക് തന്നെ തന്റെ ദൂതനെ അയച്ച എലീശ പറയും, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. ആദ്യം മറുതലിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു ദാസന്റെ വാക്ക് കേട്ട് ഈ മനുഷ്യൻ ജോർദാനിൽ ഇറങ്ങി, ആ വെള്ളത്തിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി കുളിച്ചു കഴിയുമ്പോൾ കാണുന്നത് അത്ഭുതമാണ്. കാരണം ആ മനുഷ്യൻ കുഷ്ഠരോഗം മാറി പൂർണ്ണമായിട്ട് ആ ശരീരം ശുദ്ധീകരിക്കപ്പെട്ട് സൗഖ്യപ്പെട്ട്. അതേ പ്രിയപ്പെട്ടവർ, ഇന്നും ലോകത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരും അത്ഭുതങ്ങൾ ലഭിക്കുന്നവർക്കും ഉള്ള ഒറ്റ കാരണം അവർക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ലൂർദില് ബെർണദീത്ത എന്ന വിശുദ്ധയെക്കുറിച്ച് നമുക്കറിയാം. 14 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടിക്ക് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ പ്രത്യക്ഷപ്പെട്ട് 5-ാമത്തെ തവണ അമ്മ ഇവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്, ഇത് മണ്ണുള്ള സ്ഥലത്ത് ഒന്ന് കുഴിക്കുക, അതിൽ നിന്ന് ചെളിവെള്ളം കുടിക്കുക, അതിന് തൊട്ടടുത്തുള്ള പുല്ല് ഭക്ഷിക്കുക. ഈ ഒരു വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട 14 വയസ്സുള്ള ബെർണദീത്ത ഒന്നും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർ തന്നെ കളിയാക്കുമെന്ന്, ഭ്രാന്തി എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ മാതാവിന്റെ വാക്ക് കേട്ട് അവിടെ ഇങ്ങനെ കൈകൊണ്ട് മണ്ണ് മാറ്റി അവിടെ നിന്നൊരു ചെറിയ അരൂപി ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. പിന്നീട് അത് എടുത്ത് ആ മണ്ണെടുത്ത് ഭക്ഷിച്ചു, പുല്ലെടുത്ത് ഭക്ഷിച്ചു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അതിലെ കടന്നു വന്ന ഒരു കണ്ണിന് അന്ധതയുണ്ടായിരുന്ന ഒരു മരം വെട്ടുകാരൻ തന്റെ മുഖം ആ വെള്ളത്തിൽ നീരുറവയിൽ കഴുകുമ്പോൾ സൗഖ്യം ലഭിച്ചു. ഇന്ന് ലൂർദില് എല്ലാ വർഷവും ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു നീരുറവയായിട്ട് ആ വെള്ളം ഇന്ന് മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടിയുടെ വിശ്വാസം ദൈവത്തിന് കണ്ണുമടച്ച്, ബുദ്ധി മാറ്റിവെച്ച്, യുക്തി മാറ്റിവെച്ച് ദൈവത്തിന് അടിയുറച്ച് ചെയ്തപ്പോൾ അവൾക്ക് മാത്രമല്ല അത് അനുഗ്രഹമായിട്ട് മാറി. ഇന്നും ഈ ആധുനിക ലോകത്തും ആയിരക്കണക്കിന് ആളുകൾ ആ വെള്ളം സ്പർശിച്ചുകൊണ്ട് സൗഖ്യം നേടുന്നുണ്ട്. അതിനാൽ വിശ്വസിക്കുന്ന മനുഷ്യരായിട്ട് മാറും. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ആ ബോധ്യം ദൈവം നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.